ഇന്നൊരു സ്വീറ്റ് സ്പെഷ്യൽ റെസിപ്പി ആയാലോ? സാധാരണ വീടുകളിൽ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ഇച്ചിരി ഇങ്ങനെയൊക്കെ ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ലഡു ആണ് കേട്ടോ. അത് കൂടുതൽ നെയ്യൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കണ്ട. ഇച്ചിരി കടലപ്പൊടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ലഡു തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് നെയ്യൊന്നും ചേർക്കാത്ത ഒരു ലഡു ആണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ ബാറ്ററി നെയ്യിലൊക്കെ പൊരിച്ച് അത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടൊക്കെയല്ലേ നമ്മൾ ലഡു ഉണ്ടാക്കുന്നത്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഇച്ചിരി കട്ടിക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കുക, ഇച്ചിരി കട്ടിക്ക്. എന്നിട്ട് ഒരു ഒരു ബൗൾ പോലത്തെ ഒരു പാത്രം അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ഈ ബാറ്റർ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവിയേറ്റിയെടുക്കാം. അപ്പം ലഡു ഇങ്ങനെ ആരും ഉണ്ടാക്കി നോക്കിയതായിട്ട് ഒന്ന് നോക്കുക. ഇതേവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നോക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം നമുക്കത് ആ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചെറിയൊരു കേക്കിൻ്റെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ ഇതിനെ. ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് നമ്മളൊന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കൂലേ, അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. കറക്കിയെടുത്തതിന് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു ഇച്ചിരി നെയ്യ്, നമ്മൾ ലഡു ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നല്ലതുപോലെ നെയ്യൊക്കെ ചേർക്കും. അതാണ് ലഡുവിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വലിയ ടേസ്റ്റ് കുറവൊന്നും വ്യത്യാസമൊന്നും ഇല്ല. നമുക്ക് ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് നന്നായിട്ട് ചൂടാൻ ശേഷം അത് ഇച്ചിരി കാഷ്യൂ മുന്തിരിയൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് മാറ്റി വെച്ചിട്ട് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കടലമാവുണ്ട് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർക്കുക. പൊടിച്ചിട്ടാണ് ചേർക്കുന്നതെങ്കിൽ കൂടുതൽ നല്ലത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നൊന്ന് മെൽറ്റാവുന്നതിനെ ഇളക്കിയെടുക്കുക. അതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇച്ചിരി ഏലക്ക പൊടിയും കൂടെ അതിൻ്റെ മുകളിൽ ഏലക്ക ചതച്ചതിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് നേരെ ചൂടോട് കൂടി തന്നെ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഒരു കാറ്റ് കിടക്കാത്ത ഒരു ഡബ്ബയിൽ അടച്ചു വെക്കുക. കുട്ടികൾക്ക് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ നെയ്യൊന്നും യൂസ് ചെയ്യും, ആകെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങനെ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.